നമസ്കാരം. SDPI പിന്തുണയിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കോൺഗ്രസ് ഇന്ത്യയുടെ പരമാധികാരത്തിൽ വിശ്വസിക്കുന്നില്ല എന്നും വർഷങ്ങളായി അവർ ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളെ പിന്തുണച്ചു വരികയാണ് എന്നുമാണ് അമിത്ഷാ ആരോപിച്ചിരിക്കുന്നത്. രാമനഗരയിലെ കോൺഗ്രസിന്റെ പ്രചരണത്തിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. SDPI കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് കണ്ടിട്ട് തനിക്ക് വലിയ ഞെട്ടലൊന്നുമില്ല. വർഗീയ ശക്തികളുടെ പിന്തുണയോടുകൂടി കോൺഗ്രസ് വർഷങ്ങളായി ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തി വരികയായിരുന്നു. SDPIയിൽ നിന്നുള്ള പിന്തുണ അർത്ഥമാക്കുന്നത് അവർ ഇന്ത്യയുടെ പരമാധികാരത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDFനെ പിന്തുണയ്ക്കുമെന്ന് കഴിഞ്ഞ ദിവസമാണ് SDPIയുടെ സംസ്ഥാന പ്രസിഡന്റായ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി വ്യക്തമാക്കിയത്. ഇത്തവണ മത്സരത്തിനില്ല എന്നും വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യം വിലയിരുത്തിയാണ് UDFനെ പിന്തുണയ്ക്കാൻ തങ്ങൾ തീരുമാനിച്ചതെന്നുകൂടി മൗലവി പറഞ്ഞിരുന്നു. അതേസമയം പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് തങ്ങൾ ആരെയും സമീപിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസ് നൽകുന്ന വിശദീകരണം. അങ്ങനെ കേരളത്തിൽ നിന്നുള്ള SDPI നേതാവിന്റെ ഒരു പരാമർശം, അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നുള്ള പരാമർശം, അത് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് വലിയ തിരിച്ചടി സമ്മാനിക്കാൻ ഉതകുന്നതാണ്. ഇത് BJP ഇതിനോടകം തന്നെ രാഷ്ട്രീയ ആയുധമാക്കിയിട്ടുണ്ട്. വർഗീയ ശക്തികളുടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇനിയും മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു നരേറ്റീവ് ദേശീയ തലത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ ഇതിനോടകം തന്നെ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ SDPIയുടെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ ബാക്കിയുള്ള വോട്ടുകൾ, അല്ലെങ്കിൽ മതേതര ഇന്ത്യയിൽ വിശ്വസിക്കുന്ന, ഇന്ത്യ വികസിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ വോട്ട് മുഴുവൻ BJP പാളയത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് BJPയുടെ നേതൃത്വം വിശ്വസിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതേ തുടർന്നുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നിലവിൽ എന്തായാലും SDPIയും കോൺഗ്രസും അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. BJP ആവട്ടെ ഇത് പ്രചരണ ആയുധമാക്കി മുന്നോട്ട് പോകുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.